അപ്പോൾ നമ്മുടെ അലുവയൊക്കെ നമ്മളൊന്ന് മുറിച്ചെടുക്കാൻ പോകണേ. ഭയങ്കര സ്മൂത്തായി പോയിട്ടുണ്ട്. എങ്ങനെയാവും എന്നറിയില്ല, പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചില ആവുള്ളൂ, ഭയങ്കര തൊടുമ്പം തന്നെ ഭയങ്കര സ്മൂത്തായിട്ടുള്ളത്. മുറിച്ച് കാണിക്കാവേ. ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് ഇടുക കേട്ടോ. തൊട്ടാ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്, പക്ഷെ കഴിക്കാൻ നല്ല സ്മൂത്താണേ. നമുക്ക് 2-3 പീസ് അങ്ങനെ മുറിച്ചെടുക്കാം, ബാക്കി ഇവിടെ ഇരുന്ന്. അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ വായിലിട്ട് അലിഞ്ഞു. നമ്മുടെ സാധാ ഹൽവ ഇങ്ങനെ റബ്ബർ പോലെയല്ലേ, അങ്ങനെയല്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഷെപ്പിള്ളേൻ്റെ. അപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു ഇത് കഴിക്കണം. ചക്കയും മാങ്ങേൻ്റെയും ഹൽവ പുള്ളി ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കണം. അവരൊരു പാത്രത്തിലാണ്, നമ്മളിപ്പം ഇങ്ങനെ മുറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല മധുരം, നല്ല നെയ്യിൻ്റെ ചുവയും മാങ്ങേൻ്റെ ആ ചുവയും, നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിനകത്തോട്ട്. അടിപൊളി ടേസ്റ്റാണ്. മാമ്പഴം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് ഇങ്ങനെ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വരട്ടി വെക്കുകയും ചെയ്യാം. മാമ്പഴ പായസമോ അല്ലെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കാരണം നമുക്കൊരു പണിയും തൊഴിലൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയമല്ലേ. അപ്പം മാമ്പഴം വെച്ചിട്ട് ഉണ്ണിയപ്പം, ചക്കപ്പഴം വെച്ചിട്ട് ഉണ്ണിയപ്പം, കേക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പണിത്തിരക്കാണ്, എന്നാലും മാമ്പഴം അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പം ഭയങ്കരമായിട്ടൊരു സങ്കടം. പഴുത്തിരിക്കുമല്ലേ, പിന്നെ ഇത് കഴിക്കണം എന്നൊരു ആഗ്രഹവും. ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നല്ലോണം ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കുറച്ച് ബദാമും കൂടി ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ. ടാറ്റാ.